السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാർ, നമ്മൾ പഠിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള ഖൈറാത്തുകളെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകളാണ്. അതിൽ നാലാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. عن عثمان بن عفان رضي الله عنه عن النبي صلى الله عليه وسلم قال: خيركم من تعلم القرآن وعلمه. رواه البخاري. وفي رواية قال النبي صلى الله عليه وسلم: فإن أفضلكم من تعلم القرآن وعلمه. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ് ഓതി കേൾപ്പിച്ചത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ അറിയുന്ന, ഒരുപാട് കേട്ടിട്ടുള്ള സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചു. ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെട്ട സഹാബിയാണ്. രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. റസൂലുള്ളാഹിയുടെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബിയാണ്. അദ്ദേഹം 2 പ്രാവശ്യം ഹിജ്റ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ അബിസീനിയയിലേക്ക് ഹിജ്റ പോയ സംഘത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ റുഖയ്യ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അബിസീനിയയിൽ നിന്ന് ഹിജ്റ വന്നതിന് തിരിച്ചു വന്ന് മക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ശക്തി പ്രാപിച്ചു എന്ന് കേട്ടപ്പോൾ അബിസീനിയയിൽ നിന്നും മുസ്ലിമുകൾ തിരിച്ചു വന്നു. ആ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. വന്നതിന് ശേഷം റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ മകൾ ഉമ്മു കുൽസൂം എന്ന് പറയുന്ന സഹാബി വനിതയെ റസൂലുള്ളാഹിയുടെ ഉസ്മാൻ റളിയല്ലാഹു കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ 2 പെൺമക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയാണ്. അദ്ദേഹം 12 വർഷവും 6 മാസവുമാണ് രാജ്യം ഭരിച്ചത്. അല്ലേ? ഒന്നാമത് റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം, റസൂലുള്ളാഹിയുടെ ഹിജ്റ 11-ന് വഫാത്തായി. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. ഹിജ്റ 13-ൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. 2 വർഷമാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. അതിനുശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 13 മുതൽ ഹിജ്റ 23 വരെ 10 വർഷവും 6 മാസവും രാജ്യം ഭരിച്ചു. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 23 മുതൽ ഹിജ്റ 35 വരെ ദീർഘമായ 12 വർഷം 6 മാസം. അതിനുശേഷം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹിജ്റ 35 മുതൽ ഹിജ്റ 40 വരെ രാജ്യം ഭരിച്ചത്. 4 ഖിലാഫത്തിന്റെ കാലഘട്ടം. ഏറ്റവും കൂടുതൽ രാജ്യം ഭരിച്ച ഖലീഫമാരിൽ ഒരാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഏകദേശം 146 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം ഭരണപരമായ കാര്യങ്ങളിലും അതേപോലെ റസൂലുള്ളാഹിയുടെ മറ്റു രാജ്യപരമായ കാര്യങ്ങൾക്ക് ഇടപെടുന്നത് കൊണ്ട് തന്നെ ഹദീസ് റിവായത്ത് ചെയ്യാനോ ഹദീസ് പഠിക്കാനോ അങ്ങനെ കൂടുതൽ സമയം കണ്ടെത്താത്ത സഹാബിയാണ്. അതുകൊണ്ട് തന്നെ 146 ഹദീസാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. മദീനയിൽ ഹിജ്റ 35-ലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. ഖവാരിജുകൾ, അവസാനം ഇസ്ലാമിന്റെ ശത്രുക്കളായ ഖവാരിജുകൾ അദ്ദേഹത്തിന്റെ വീട് വളയുകയും 7 ദിവസത്തോളം വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതെ ഉപരോധം സൃഷ്ടിക്കുകയും അങ്ങനെ 7ാമത്തെ ദിവസം, ഏകദേശം ദുൽഹിജ്ജ മാസം 12-ാം തീയതി, പെരുന്നാൾ കഴിഞ്ഞ് അയ്യാമു തശ്രീഖിന്റെ 2ാമത്തെ ദിവസം അദ്ദേഹത്തെ ഖവാരിജുകൾ കൊല ചെയ്യുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, അവര് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊന്നതിന് ശേഷം ബഖീൽ മറമാടാൻ സമ്മതിച്ചില്ല. ബഖീൽ സാധാരണ മദീനയിൽ മരണപ്പെട്ടവരെ മറമാടുന്ന ഖബർസ്ഥാൻ ബഖീൽ മറമാടാൻ സമ്മതിച്ചില്ല അക്രമകാരികൾ. അവര് ബഖീന്റെ പുറത്താണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറമാടിയത്. പക്ഷെ ഇന്ന് ബഖീന്റെ ഏറ്റവും മധ്യഭാഗത്താണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറുള്ളത്. ഇന്ന് വിശാലമാക്കപ്പെട്ടു. ഇന്ന് ഏറ്റവും മധ്യത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരുപാട് ചരിത്രം പഠിക്കാൻ നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച്.
ഉസ്മാൻ ഗഫാർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ വന്നിട്ട് പറഞ്ഞു, അന്ന് മദീനയിൽ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന സമയം ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ജൂതന്റെ അടുക്കൽ നല്ല വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട്, ആ കിണർ വാങ്ങിയിട്ട് മുസ്ലിമീങ്ങൾക്ക് സദഖ ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊള്ളുക, അതിന് പകരം അള്ളാഹു സ്വർഗ്ഗം തരും. ഉസ്മാൻ ഗഫാർ റളിയല്ലാഹു അൻഹു ആ ജൂതന്റെ അടുക്കലേക്ക് പോയി അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം കൊടുത്തു. ആ കിണർ അദ്ദേഹം സ്വന്തമാക്കി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തു. ഇന്നും മദീനയിൽ ബിർ ഉസ്മാൻ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. ആ കിണറും ഇന്നും അതേപോലെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് മുഅ്മിനീങ്ങൾ കൊണ്ട് വഖഫ് ചെയ്ത സ്ഥലമാണ്. അത് ഇന്നും അതേപോലെ ബാക്കിയാക്കിയിട്ടുണ്ട്. ഉസ്മാൻ ഗഫാർ റളിയല്ലാഹുവിന്റെ കിണർ എന്ന പേരിൽ അറിയപ്പെടുന്ന ബിർ ഉസ്മാൻ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ, ഏറ്റവും നല്ല മനുഷ്യൻ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസ് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സാധാരണ നിലക്ക് ഒരു പണ്ഡിതൻ, ഒരു ഉസ്താദ്, ആ ഉസ്താദിന്റെ കീഴിൽ പഠിക്കുന്ന ഒരുപാട് ശിഷ്യന്മാർ, മദ്രസകൾ, ഇതിന് മാത്രം ബാധകമല്ല. നമ്മൾ സുബീഹ് നടത്തുന്ന ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിൽ പഠിച്ചാലും അത് തുല്യമാണ്. റസൂൽ പഠിച്ചത് ഇന്ന് മദ്രസയിൽ പോയി പഠിക്കണം, അതല്ലെങ്കിൽ ഇന്ന് കോളേജ് യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാന്റെ പള്ളിയിലിരുന്ന് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈനാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും ഈ ഫضല് അവർക്കും ലഭ്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരു കാര്യം വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ആ ഒരു കാര്യത്തിൽ ഖൈറില്ല എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഓൻ മുർത്തദായിട്ട് ചാകുന്നതിനെ പേടിക്കണം എന്ന് ഗസ്സാലി റഹിമഹുല്ലാഹ് പറയാം. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് അതാണ് ഖൈർ. ഇനി ഒരാൾക്ക് അതല്ല ഖൈർ, ദുനിയാവിൽ മറ്റു കാര്യങ്ങളാണ് ഖൈർ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ നുബുവത്തിന് എതിരാണ് അവൻ പ്രവർത്തിക്കുന്നത്, മുർത്തദായി ചാകുന്നതിനെ പേടിക്കണം എന്ന് ഗസ്സാലി റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുനിയാവിൽ എത്ര ഇൽമുകൾ പഠിച്ചാലും, ദുനിയാവിൽ കയ്യെത്തുന്ന ദൂരത്തോളം യാത്ര ചെയ്ത് ഒരുപാട് ഡിഗ്രികൾ വാങ്ങിക്കൂട്ടിയാലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമൻ അത് ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവൻ തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. അതെല്ലാവർക്കും ബാധകമാണ്. യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നോ കോളേജിൽ പഠിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല. പള്ളിയിലിരുന്ന് ജീവിത തിരക്കിനിടയിൽ കിട്ടുന്ന 5 മിനിറ്റ് അതല്ലെങ്കിൽ 10 മിനിറ്റ് ആ സമയത്ത് ഇരുന്നിട്ട് അള്ളാഹിന്റെ കലാമ് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ ഖൈർ നമുക്കും ബാധകമാണ്, നമുക്കും ലഭിക്കുന്നതാണ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നത്. അതാണ് ഈ ഹദീസ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠം. അതേപോലെ വേറെ റിവായത്ത് ഇമാം ബുഖാരിയുടെ, അതിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ ഫഇന്ന അഫ്ളലകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പറയാൻ കാരണം എന്താ പറയുക, ഖുർആൻ എന്ന് പറയുന്നത് അത് അള്ളാഹിന്റെ കലാമാണ്. നിങ്ങൾ സാധാരണ കാണുന്ന എല്ലാ കിതാബും പോലുള്ള കിതാബല്ല, ഹദീസിന്റെ കിതാബ് പോലുള്ള കിതാബല്ല, മറിച്ച് അത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു തന്റെ അടിമകളോട് സംസാരിക്കുന്ന അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ പവിത്രതയും മഹത്വവും സ്ഥാനവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ പഠിക്കുന്നവർക്കും അത് പഠിപ്പിക്കുന്നവർക്കും അതിൻ്റെതായ സ്ഥാനവും മഹത്വവും ഇന്ന് ഉമ്മത്തിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുന്ന, അത് മനസ്സിലാക്കി അമൽ ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.